വൃശ്ചികം രാശിയിലെ കുട്ടികളെയും വയസ്സായവരെയും പ്രിയപ്പെട്ടവരെയും ഞാൻ നിങ്ങൾക്കായി കൊണ്ടുവന്നിരിക്കുന്ന വാർത്ത അത്യന്തം നിർണായകമാണ്. നിങ്ങളുടെ കുടുംബത്തിന്റെ ഭാവിതലത്തിൽ ഒരു വലിയ മാറ്റം വരിക്കാൻ പോകുന്നുണ്ട്. പക്ഷേ അത് മനസ്സിലാക്കാൻ നിങ്ങൾ സ്വർഗീയ സംബന്ധങ്ങളുടെ നിഗൂഢത്വം പരിശോധിച്ചിരിക്കേണ്ടതുണ്ട്. വൃശ്ചികം രാശിയിലെ നിദ്ര സന്തോഷമായ കാലം ഇപ്പോൾ കടുകിയെന്നതിന്റെ പിന്നിലെ ആഴമേറിയ കാരണമുണ്ട്. നക്ഷത്രങ്ങൾ നിങ്ങൾക്കായി നൃത്യം ചെയ്യുന്നുണ്ടെന്നത് ഏതെങ്കിലും സാധാരണ കാര്യമല്ലാണ്. ഇത് അതിശയകരമായ ഒരു ജ്യോതിഷ സംഭവമാണ്. കാരണം നിങ്ങളുടെ കുടുംബത്തിന്റെ അഗ്നിപരീക്ഷ ഏറെ വർഷമായി നടന്നുവരികയാണ്. സന്തോഷം കൊയ്യാൻ എത്ര ജോലിവച്ചിട്ടും എന്തെങ്കിലും വേദനയുടെ കാളിപ്പ് എത്തിപ്പെടുകയായിരുന്നു. പക്ഷേ ഇന്നത്തെ നക്ഷത്രസന്ധിയിൽ ദേവന്മാരുടെ അനുഗ്രഹം നിങ്ങളുടെ വാതിലിലെത്തിക്കൊണ്ടിരിക്കുന്നു. വൃശ്ചികം രാശിയിലെ സന്താനങ്ങളെ, ഈ നിമിഷം വിഷാദമായി കാണി നിങ്ങളുടെ ഹൃദയത്തിലേക്കാഞ്ഞാലുകരങ്ങൾ കുഞ്ഞിപ്പോകുന്നുണ്ട്. കാരണം ഭാഗ്യം തിരികെ വരിക്കാൻ പോകുന്നുണ്ട്. വിധിവിരുദ്ധ അരണ്യത്തിൽ ഭരിച്ചുകൊണ്ടിരുന്ന നിങ്ങൾ അതിലും തെയ്യതാരോ പടികളിലേക്ക് കയറിപ്പോകാൻ പോകുന്നുണ്ട്. എന്നെ വിശ്വാസിക്കുക, വൃശ്ചികം രാശിയുടെ ഗ്രഹക്രമീകരണം ഇത്തരമൊരു അനുഗ്രഹകരമായ സംഭവത്തെ സൂചിപ്പിക്കുന്നുണ്ട്. നിങ്ങളുടെ കഠിനാധ്വാനം, നിങ്ങളുടെ വിശ്വാസം, നിങ്ങളുടെ ഓരോ പ്രാർത്ഥനയും ഇപ്പോൾ ദൈവത്തിന്റെ മേശയിലെത്തിച്ചേരുകയാണ്. കുടുംബത്തിന്റെ നിരന്തരമായ വേദന, സ്ത്രീകളുടെ അനുസ്വാരം, കണ്ണുനിറയെ കരൾ പതിയെ പതിയെ ശുദ്ധിയുടെ വെളിച്ചത്തിലേക്ക് കടക്കാൻ പോകുന്നു. ഈ മാറ്റ് അത്യാഘോരമായി വരും. പക്ഷേ സ്വാർത്ഥയുക്തമായ ആ മാറ്റ് നിങ്ങളുടെ ശിരസിൽ രാജാളത്തിന്റെ കിരീടം വയ്ക്കാൻ പോകുന്നു. വൃശ്ചികം രാശിയിലെ എനിക്കിലാ അങ്ങേയ ബാധ്യതയുണ്ട് നിങ്ങളോട് സത്യം പറയാത്തത്. നിങ്ങളുടെ കുടുംബത്തിലെ ആരെങ്കിലും അതോ ഒരാൾ പറയാതെ വിതയ്ക്കും നിന്നിരുന്ന എന്തെങ്കിലും ഈ ദിവസങ്ങളിൽ പ്രത്യക്ഷപ്പെടാൻ പോകുന്നുണ്ട്. അത് സന്തോഷമായിരിക്കും, അത് സന്തോഷം തരുന്ന ഒരു സാക്ഷ്യമായിരിക്കും, അതോ ഗ്രഹങ്ങളിലെ നിരാശ കാരുണ്യത്തിലേക്കുതിരിയാത്ത ഒരു പെരുന്തരംഗമായിരിക്കും. കാരണം ഗ്രഹങ്ങൾ തങ്ങളുടെ നിരാപത്തിലെ സ്ഥാനങ്ങൾ മാറ്റിയിരിക്കുന്നുണ്ട്, നിങ്ങളുടെ വരദ കാരാവനത്തിനായി അരണ്യത്തിൽ വേണ്ട സംരക്ഷണം നൽകാൻ. നിങ്ങൾ കേട്ടിരുന്നിടത്ത് വൃശ്ചികം രാശിയെക്കുറിച്ചുള്ള സൂചനകൾ സാരാംശത്തിൽ വേദനയെപ്പറ്റിയായിരുന്നുവെങ്കിലും ഈ കാലഘട്ടത്തിൽ നിങ്ങളെ സാക്ഷ്യം പറ്റിക്കാൻ പോകുന്ന സന്തോഷങ്ങൾ അതെല്ലാം മറക്കിയിടും. ഇപ്പോൾ നിങ്ങളെ ദൈവത്തിന്റെ ഭഗവാന്റെ കൃപ അത്യന്തം ആവശ്യമാണ്. വൃശ്ചികം രാശിയിലെ നിന്ദ്യർ, നിങ്ങൾ ഈ സ്ഥാനത്ത് വന്നെത്തിയത് സാധാരണ സാരാംശത്തിലുള്ള കാരണങ്ങളാലല്ല. ഈ കാലത്ത് നിങ്ങളുടെ എത്രയോ പ്രാർത്ഥനകൾ സ്വർഗത്തിൽ വന്നെത്തിച്ചേരിയിരുന്നു. അവയ്ക്കെല്ലാം ഉത്തരം കിട്ടാൻ പോകുന്നുണ്ട് ഈ നാളുകളിൽ. ഈ വിഷയത്തിൽ നിങ്ങളുടെ സ്വർഗീയ സൗകര്യത്തെ സാക്ഷ്യം പറ്റിക്കാൻ നിങ്ങൾ ഈ വീഡിയോയിൽ കീഴെയുള്ള കമന്റ് സെക്ഷനിൽ ഒരു കാര്യം ചെയ്യണം. നിങ്ങളുടെ ഇഷ്ടദേവരുടെ പേരെ എഴുതിത്താലും, അത് ശ്രീകൃഷ്ണനായാലും ശ്രീരാമനായാലും ശ്രീദുർഗയായാലും നിങ്ങളുടെ ഐതിഹ്യകണ്ഠപ്പെട്ട ദേവതയുടെ നാമം കമന്റ് സെക്ഷനിൽ എഴുതിത്താലും. ഈ സാധാരണ കാര്യം ചെയ്യുന്നത് കേവലം ഒരു കമന്റല്ല, എത്ര വിലപ്പെട്ട ഒരു ആത്മീയ കണ്ണിപ്പായിരിക്കും. നിങ്ങളുടെ വിശ്വാസം ഖണ്ഡിതം ചെയ്യരുത്. വരുംകാലത്ത് നിങ്ങൾ പറയിക്കാൻ പോകുന്ന കമന്റ് നിങ്ങളുടെ കുടുംബത്തിൽ വരാൻ പോകുന്ന സന്തോഷത്തിന്റെ വിതരണകരം ആയിരിക്കും. ഇതോടുകൂടി ലൈക്കും ചെയ്യണം, ഷെയർ ചെയ്യണം. കാരണം ഇത് നിങ്ങളുടെ പരിജനങ്ങളെയും സ്നേഹിക്കുന്നുകെട്ട സഹോദരങ്ങളെയും പരിത്രാണ ചെയ്യാൻ പോകുന്ന ഒരു ആത്മീയ സന്ദേശമാണ്. നിങ്ങളുടെ വരണ ജാതകത്തെയും കുടുംബത്തിന്റെ സാമ്രാജ്യസ്ഥിതിയെയും കുറിച്ചുള്ള പൂർണ്ണ വിവരണമായ പത്രികാ പരിശോധനയും വിവാഹ ജാതക പരിശോധനയും നിങ്ങൾ നിങ്ങളുടെ ശ്രദ്ധ വേണ്ടായിരിക്കുണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ അതിനെ സംബന്ധിച്ചുള്ള ഓരോ വിവരണയും വിനിയോഗിച്ചിരിക്കും. നിങ്ങളുടെ ഗ്രഹപ്രഭാവം, ഗ്രഹചലനം, ഗ്രഹസ്ഥാനം എല്ലാവയും പരിശോധിച്ചുതന്ന് വൃശ്ചികം രാശിയുടെ അനന്തരഭാവികൾ നിങ്ങൾക്കാണ് ഇന്നത്തെ വാർത്ത. ഗുരുഗ്രഹത്തിന്റെ ആഗ്രാസ്വരാജ്യം നിങ്ങളുടെ. എന്റെ പ്രിയ വൃശ്ചികരാശി സുഹൃത്തുക്കൾ, ഈ പവിത്ര നിമിഷങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ പോകുന്ന അദ്ഭുത സന്തോഷ വാർത്തകൾ ഭൂതകാലത്തിന്റെ കർമ്മചക്രങ്ങളുടെ ഫലമാണെന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. നിങ്ങൾ ഇതുവരെ നിങ്ങളുടെ ആത്മയ്ക്കു വേണ്ടി എന്തൊക്കെ ബലിയർപ്പിച്ചിരിക്കുന്നുവോ, എന്തൊക്കെ വ്രതങ്ങൾ നിരതിരുന്നുവോ, എത്ര ദിവ്യാർത്ഥനകൾ പാരായണം ചെയ്തിരിക്കുന്നുവോ, അതെല്ലാം ഇന്നത്തെ സന്തോഷത്തെ നിങ്ങളുടെ വാതിലിലേക്ക് അനുഗ്രഹമായി കൊണ്ടുവരുന്നതാണ്. നിങ്ങളുടെ മനോനിയന്ത്രണത്തെ, നിങ്ങളുടെ ആത്മവിശ്വാസത്തെ സ്വർഗത്തിലെ ദേവതകൾ കാണിക്കുന്നവരാണ്. ഉപായനമായ ഈ സന്ധികാലത്ത് നിങ്ങളുടെ ആത്മാഭിവൃദ്ധിക്കായി ഭൂമിയിലെയും ആകാശത്തിലെയും എല്ലാ ശക്തികളും പ്രവർത്തിക്കുന്നുണ്ടെന്ന് വിശ്വസിച്ച് മുന്നോട്ടു പോകേണ്ടതുണ്ട്. ഇപ്പോൾ ഈ നിമിഷങ്ങളിൽ നിങ്ങളുടെ ആത്മീയ ബലിയെ കൂടുതൽ ശക്തിശാലിയാക്കുവാൻ ഞാൻ നിങ്ങൾക്കായി ചില പവിത്രമായ പരിഹാരമാർഗങ്ങൾ കൊണ്ടുവരുന്നു. ഈ പരിഹാരങ്ങൾ വെറും മന്ത്രങ്ങളോ പ്രാർത്ഥനകളോ മാത്രമല്ല, ഇവ നിങ്ങളുടെ കർമ്മകാലിൽ നടിക്കുന്ന ദൈവത്തെയും ഗ്രഹങ്ങളെയും മനുഷ്യത്വത്തെയും ഒരു പരിപൂർണ വൃതിയിലേക്ക് കൊണ്ടുവരുന്നതാണ്. സൂര്യനുമായി പരിചയം സ്ഥാപിക്കണം. ഏതു നേരത്തായാലും പ്രമാദിക്കാതെ സൂര്യനെ നിങ്ങളുടെ നെറ്റിയിലൂടെ ആരാധിക്കുക. ഭയം നീങ്ങിപ്പോകാൻ, ജീവിതത്തിന്റെ പ്രതിബന്ധകങ്ങൾ മറികടക്കാൻ, കാരണങ്ങൾ മതിയാകാൻ സൂര്യനീയ വരാഗ്നികൾ എന്നും നിങ്ങളുടെ പാർശ്വത്ത് ഉണ്ടായിരിക്കും. വൃശ്ചികരാശിയിലെ വിഗ്രഹമായ സൂര്യൻ നിങ്ങളുടെ നയം, നിങ്ങളുടെ ആത്മസാഹസം, നിങ്ങളുടെ ആര്യതയുടെ അധിപതി. അപ്പോൾ കേദാരനാഥ് ക്ഷേത്രത്തെയോ അഥവാ നിങ്ങൾക്കു ഇപ്പ് വയ്ക്കാൻ പ്രാപ്തമായ സൂര്യമന്ദിരത്തെയോ ആരാധിച്ച് മനസ്സിനെ ശുദ്ധീകരിക്കുക.
ചന്ദ്രനുമായും നിങ്ങൾ സ്ഥാപിച്ച് ശാന്തമായ ബന്ധം ദൃഢമാക്കണം. 4 മണിക്കേറ്റ് നിങ്ങൾ കണ്ണെഴുത്തില്ലാതെയോ തിരസ്കരിച്ചയോ ചന്ദ്രനെ നോക്കാൻ പാടുമില്ല. എതിരാവേ സാക്ഷ്യരും വരെ ചന്ദ്രപ്രകാശത്തിൽ കുറച്ചു നേരം നിന്ന് നിങ്ങളുടെ ചിന്തകളെ സ്ഥിരപ്പെടുത്തൂ. ഭാവനാത്മകതയും സമർപ്പണഭാവവും കുടുംബസ്നേഹവും ഇവയെല്ലാം ചന്ദ്രനിൽ നിന്നാണ് പ്രാപ്തിയാകുന്നത്. നിങ്ങളുടെ ഹൃദയത്തിൽ ചന്ദ്രന്റെ കാരുണ്യം സ്ഥാപിച്ചാൽ കുടുംബ ബന്ധങ്ങൾ കോടികൾ പോലെ ദ്രവിച്ച് സുഗന്ധിയായി നിങ്ങൾക്കുള്ളിൽ ഒഴുകിനിരിക്കും. ശനി ദേവതയുടെ സ്വാധീനതയെ ബുദ്ധിമത്തയോടെ സ്വീകരിക്കുക. വൃശ്ചികരാശിയിലെ ശനിയുടെ കോപം, ശനിയുടെ അനുഭവശാഠ്യം, ഇതൊക്കെ നിങ്ങളുടെ തെറ്റായ സിദ്ധാന്തങ്ങളെ ഉന്മൂലനം ചെയ്യാൻ, നിങ്ങളുടെ ജീവിത ശാഖകൾ ശീലിപ്പെടുത്താൻ വരുന്ന അനുഗ്രഹമാണ്. വെള്ളിയും ശനിയും കൂടിച്ചേരുന്ന ദിവസങ്ങളിൽ ശനിയെ ആരാധിക്കുക. തീലേയം വെച്ച് സാമാരിക ദാനങ്ങൾ നടത്തുക. എൽമരം നട്ടു പരിപാലിക്കുക. പഴയ മന്ദിരത്തെ നവീകരിച്ച് സേവിക്കുക. ശനിയുടെ സേവനം നിങ്ങളുടെ നിയതകാലത്തെ പവിത്രമാക്കിയില്ല, കാരണം ശനി കർമ്മത്തിന്റെ ദ്വാരപാലകനായിരിക്കുന്നു. രാഹുവിന്റെ അപൂർവ പരിവർത്തനത്തെ അത്ഭുതത്തോടെ ദർശിച്ച് നിങ്ങൾ സ്വയം സിദ്ധപ്പെടുത്തേണ്ടതുണ്ട്. രാഹു നിങ്ങളുടെ സ്വപ്നങ്ങളെ വാനരാജ്യത്തെ അതിരിലേക്ക് നിങ്ങളെ വിളിച്ചേൽപ്പിച്ച് കേതുകെട്ടാകുവാൻ സന്നദ്ധമായിരിക്കുന്നു. വൃശ്ചികത്തിൽ രാഹുവിന്റെ നിലനിൽപ്പ് നിങ്ങളുടെ ശക്തിയും അതിരും തിരിച്ചറിയപ്പെടാൻ ഇടയാകും. അതിനുവേണ്ടി നിങ്ങൾ ഉപനയന ചിന്തകളെ വിഷയമായിക്കേണ്ടതാണ്. അർത്ഥരഹിതമായ സാധനങ്ങൾ ത്യജിച്ച് സാരാണ്ട വസ്തുതകൾ ഗ്രഹണം ചെയ്ത് ജീവിതത്തെ സാരാത്മകമായി വീക്ഷിച്ചു കൊണ്ടുപോകൂ. കേതു ഭയങ്ങളെ വികാരപൂർവ്വം നീക്കം ചെയ്യാൻ സജ്ജരാകിയിരിക്കുന്നു. പൂർവകാല സംസ്കാരങ്ങളെ വിടയിച്ചുനേർ നവീന പരിമളങ്ങൾ സ്വീകരിക്കാൻ കേതു നിങ്ങളെ ആമന്ത്രണം ചെയ്യുന്നുണ്ടെന്നറിയുക. വൃശ്ചികരാശിയിലെ കേതുവിന്റെ ത്വരയായ സംവിധാനത്തിലൂടെ നിങ്ങളുടെ ഭാവിയുടെ ഉറപ്പായ പാതകൾ നിരൂപിതമാകിയില്ലെന്നാണിതിന്റെ അർത്ഥം. ഞങ്ങൾ ഭൂതകാലത്തിന്റെ നിരപരാധികൃത്സാനത്തെ അതിരണയും ഭാവിതത്വത്തെ സ്വാധീനമായി കരുതിയുള്ളിരിക്കാൻ കേതു ശിക്ഷയാകുന്നു. എന്നാൽ ഇതിനാലെ നിങ്ങൾ നിരാശ ധരിക്കേണ്ടതില്ല. നിരാശയെ പരിത്യജിച്ച് പ്രത്യാശയെ ഗ്രഹണം ചെയ്തേ. ഈ സന്തോഷ വാർത്തകൾ നിങ്ങളുടെ ജീവിതത്തിനെ മങ്ങലേറുന്ന സിന്ദൂരത്തിലെ തെളിവായില്ല. വൈപ്ലവിക ചിന്താഭിമുഖത, നിരന്തരമായ ആത്മശുദ്ധത, ജൈവിക സത്യത്തിനോടുള്ള കാഴ്ച, ഈ മൂന്നും നിങ്ങളുടെ പരിഹാരമാർഗങ്ങളുടെ കേന്ദ്രബിന്ദു. പ്രേമബന്ധങ്ങളിലെ സാധാരണ ചിന്തകൾ വൃശ്ചികം രാശിയിലെ സ്ത്രീകളും പുരുഷന്മാരും ഇപ്പോൾ പിന്നിടേണ്ടതായിരിക്കുന്നു. നിങ്ങളുടെ പ്രിയപ്പെട്ടയാളുമായുള്ള ബന്ധത്തിൽ ഇപ്പോൾ ഒരു പുതിയ വാതിൽ തുറന്നേക്കാനോ ഉണ്ടാകാൻ പോകുന്നതായിരിക്കുന്നു. ഈ മാസത്തിന്റെ ആദ്യ സാധാരണ ദിവസങ്ങളിൽ നിങ്ങളുടെ പങ്കാളി അല്ലെങ്കിൽ പ്രേമിതൻ നിങ്ങളോട് എന്തെങ്കിലും വിശേഷ കാര്യം പറയാൻ ശ്രമിക്കാൻ പോകുന്നതായിരിക്കുന്നു. അത് വിവാഹത്തെക്കുറിച്ച് ആയിരിക്കാം, അല്ലെങ്കിൽ ഭവിഷ്യത്തിനെക്കുറിച്ച് ഒരു വിശ്വാസ സ്വീകാരം ആയിരിക്കാം. വൃശ്ചികം രാശിയിലെ സന്താനം ആരായാലും, പ്രേമികരായ നിങ്ങൾ അല്ലെങ്കിൽ വിവാഹിതരായ നിങ്ങൾ, ഈ സമയത്ത് നിങ്ങളുടെ ഭാവനയെ വിയോജിപ്പിക്കേണ്ടതായിരിക്കുന്നു. എന്തെന്നാൽ നിങ്ങളുടെ കർമ്മകൃത്യങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ ഭാവിയുടെ ആധാരം സ്ഥാപിക്കുന്നതായിരിക്കുന്നു. നിങ്ങളുടെ സ്നേഹിതരുടെ സ്വഭാവത്തെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. അവരും നിങ്ങൾ പോലെ തന്നെ സ്വർഗത്തെ അന്വേഷിക്കുന്നതായിരിക്കുന്നു. എന്നാൽ അവരുടെ കണ്ണ് നിങ്ങളോടാണ്, അവരുടെ ഹൃദയം നിങ്ങളിലാണ്. അതിനാൽ ഈ സപ്താഹങ്ങളിൽ നിങ്ങൾ ഉണ്ടായിരിക്കേണ്ടതായിരിക്കുന്നു. നിങ്ങളുടെ വാക്കുകൾ മാത്രം അല്ല, നിങ്ങളുടെ സാന്നിധ്യം ആവശ്യമായിരിക്കുന്നു. പരിവർത്തന സമയത്തായ ഈ ദിവസങ്ങളിൽ കുടുംബത്തിലെ പരിഷ്കാരങ്ങൾ നടക്കാനൊരുങ്ങിയിരിക്കുന്നു. നിങ്ങളുടെ മാതാപിതാക്കൾ അല്ലെങ്കിൽ ജ്യേഷ്ഠ പരിജനം നിങ്ങളുടെ പ്രണയബന്ധത്തെക്കുറിച്ച് ചില വിധികൾ നൽകാൻ പോകുന്നതായിരിക്കുന്നു. ഇത് നിങ്ങൾ അംഗീകരിക്കുന്നത് പോലെ ലളിതകാര്യം ആയിരിക്കുകയും, അല്ലെങ്കിൽ ഇത് ഒരു വിയോജനയോ സംസ്കാര നിരോധനയോ ആയിരിക്കാം. എങ്കിലും ഇത് അവസാനമായിരിക്കുന്നില്ല. ഈ സമയം വെറും പരിശോധന ഘട്ടമാണ്. അതിലൂടെ നിങ്ങളുടെ പ്രണയകഥ ആരംഭിക്കാൻ പോകുന്നതായിരിക്കുന്നു. ഈ രാശിയിലെ വിവാഹ ദിനങ്ങൾ വളരെ സമീപമായി തോന്നുകയുണ്ട്. വിവാഹത്തിന് ലഭിക്കേണ്ട മനുഷ്യനോ സ്ത്രീയോ ഈ സമയത്തെ അതിലൂടെ കൂടുകയെത്തുന്നതായിരിക്കുന്നു. നിങ്ങൾ അതായിരിക്കാം, അല്ലെങ്കിൽ ആരെങ്കിലും നിങ്ങളെ തന്നെ കനിയിക്കാൻ പോകുന്നതായിരിക്കുന്നു. കൂടാതെ നിങ്ങളുടെ കുടുംബ ബന്ധങ്ങൾ ഇത്തിരി സാധാരണ അവസ്ഥയിലെ നിന്നും മാറിപ്പോകാൻ പോകുന്നതായിരിക്കുന്നു. ഭാര്യയും ഭർത്താവും തമ്മിലെ സാധാരണ ഖിന്നത കാണപ്പെട്ടിരുന്നെങ്കിൽ ഇത്തിരി നുസ്മായി പരിഹാരം കാണാൻ പോകുന്നതായിരിക്കുന്നു. അമ്മയും മകനും തമ്മിലെ പ്രേമ വ്യതിയാനം വീണ്ടും നന്നായാൽ വഴിതെളിഞ്ഞേക്കാം. കുറച്ച് തെരുവിൽ കുടുംബങ്ങൾ വളരെ കൂടിലാകുന്നതായിരിക്കുന്നു. എന്നാൽ ഈ മാസത്ത് അത് മാറാൻ പോകുന്നതായിരിക്കുന്നു. സന്താനങ്ങളെക്കുറിച്ച് വൃശ്ചികം രാശിയിലെ കുടുംബങ്ങൾ വളരെ ഉത്കണ്ഠയോടെ കാതോർത്തിരിക്കുന്നു. എങ്കിലും ഈ സമയത്ത് നിങ്ങൾ പ്രതീക്ഷ ഉൾക്കൊള്ളേണ്ടതായിരിക്കുന്നു. കാരണം സന്താനപ്രാപ്തി അല്ലെങ്കിൽ വിവാഹ നിശ്ചയം വളരെ നെയ്റ്റായിരിക്കുന്നു. നിങ്ങളുടെ പെൻഷനുകളെ ആലോചിച്ചാൽ നിങ്ങൾ കണ്ടെത്താൻ പോകുന്നതായിരിക്കുന്നു. നിങ്ങളുടെ ഈ സമയത്തെ പോരാട്ടങ്ങൾ ഭവിഷ്യത്തിൽ നിങ്ങളുടെ സന്തോഷത്തിന്റെ ആളെ നിർമ്മിക്കുന്നതായിരിക്കുന്നു. ഇപ്പോൾ നിങ്ങളുടെ ആരോഗ്യത്തെക്കുറിച്ച് സൂചിപ്പിക്കാൻ നിങ്ങൾ സമയമായി വരികയുണ്ട്. വൃശ്ചികം രാശിയിലെ ധർമ്മപരമായ മനുഷ്യൻ സാധാരണയായി വളരെ വ്യായാമങ്ങളിൽ ഏർപ്പെടാതിരുന്നത് കാരണം നിങ്ങളുടെ ഉടലിൽ വിവിധ സദാസ്യത നിരളി കാണപ്പെടുന്നത് ആയിരിക്കുന്നു. ഈ സമയത്ത് നിങ്ങൾ കുറച്ചുകൂടി ശ്രദ്ധയോടെ നിങ്ങളുടെ ശരീരത്തിന്റെ കരുതൽ നടത്തേണ്ടതായിരിക്കുന്നു. നിങ്ങളുടെ പെരുമാറ്റത്തെ കാണുമ്പോൾ ഇത്തരം സമയങ്ങളിൽ നിങ്ങൾ വളരെ മാനസികമായി സമ്മർദ്ദത്തിൽ കാണപ്പെടുന്നതായിരിക്കുന്നു.
അത് നിങ്ങളുടെ ശാരീരികമായ പ്രകാശനത്തെ ബാധിച്ചു തരുന്നതായിരിക്കുന്നു. ഈ സമയത്ത് നിങ്ങൾ ഇത്തരം ചിന്തകൾ ഉപേക്ഷിച്ച് നിങ്ങളുടെ സമ്പൂർണ്ണ ശ്രദ്ധ നിങ്ങളുടെ സ്വാസ്ഥ്യത്തിലും പ്രാർത്ഥനയിലും നിക്ഷേപിക്കേണ്ടതായിരിക്കുന്നു. നിങ്ങളുടെ വാതവേദനകൾ അല്ലെങ്കിൽ കടലാസ് വേദനകൾ ഏതെങ്കിലും സമയത്ത് പ്രത്യക്ഷമായേക്കാം. അതിനാൽ നിങ്ങൾ നിങ്ങളുടെ സ്വാസ്ഥ്യ വിദഗ്ധരെ സന്ദർശിക്കേണ്ടതായിരിക്കുന്നു. ഊഷ്മാവിന്റെ പ്രഭാവത്തിൽ നിങ്ങളുടെ തലയിലും തണ്ടിലും വേദന വരാൻ സാധ്യതയുണ്ട്. ഈ സമയത്ത് നിങ്ങൾക്കൊപ്പമുണ്ട് നിവാരണത്തിനായി വ്യായാമങ്ങൾ നടത്താൻ പരിശ്രമിക്കേണ്ടതായിരിക്കുന്നു. നിങ്ങളുടെ കാലുകളെയും നിങ്ങൾ ശ്രദ്ധയോടെ കരുതേണ്ടതായിരിക്കുന്നു. നിങ്ങൾ പാദാത്സാരം അല്ലെങ്കിൽ